ചെങ്കതിരുകളോലും കന്യാവാടികളിൽ മാനിലകളെ നോക്കി കയ്യിൽ കരുതയുമായി വനം തേടുന്നു, എന്നിൽ തരം തേടുന്നു. ഹേമന്തം പോലെ നവവാസന്തം പോലെ, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ലയം പോലെ അഴയിൽ ഇഴയമഴയൂ പൊൻപേലി എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകുന്നേ നാദം നൽകൂ. ദൂതും പേളി നീയും നേരം മഞ്ഞിന്മേലിൽ ഏതോ രാഗം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും അല്ലേ. ഹായ് മക്കളെ, അപ്പോഴേ അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തന്നെ ചായ കുടിച്ചോ? അമ്മ ചായ കുടിക്കാൻ പോവുകയാണ്. കാരണം ചായ ഇട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പം അമ്മ ചായ കുടിക്കട്ടെ. എല്ലാവരും ചായ കുടിച്ചോ? അപ്പം അമ്മ കുടിക്കാൻ പോവാണേ. അപ്പോഴേ മക്കൾ എല്ലാവരും രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? അപ്പോഴേ അമ്മ ആഹാരം കഴിക്കാൻ പോവുകയാണ്. ഇന്നതാ ഉണ്ടാക്കിയിരിക്കുന്നത് വീശുരിയപ്പമാണ്. കണ്ടോ വീശുരിയപ്പം, കണ്ടോ നല്ല സോഫ്റ്റ് വീശുരിയപ്പം, കണ്ടോ കണ്ടോ അടിപൊളി വീശുരിയപ്പം. അപ്പം അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ടക്കുറുമയാണ്. മുട്ടക്കുറുമ, കിഴങ്ങ്, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വെച്ചിട്ടുള്ള മുട്ടക്കുറുമ. അപ്പം നമുക്ക് ഈ മുട്ടക്കുറുമയും സൂപ്പർ മുട്ടക്കുറുമയും ഇതാണ്ട് ഇടിയപ്പം കൂടി കഴിക്കാം. എല്ലാവരും രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? അപ്പോൾ എന്തൊക്കെയാണെന്ന് വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അമ്മ ഇതാ മുട്ടക്കുറുമ എടുത്തിട്ടുണ്ട്, ഇടിയപ്പം എടുത്തിട്ടുണ്ട്, വീശിടിയപ്പം. അപ്പം കഴിക്കാവേ. ആദ്യം ഇടിയപ്പം അങ്ങോട്ട് എടുത്ത് ആ മുട്ടക്കുറുമയ്ക്ക് അകത്തോട്ടിട്ട് ഞെരടി അത് മുട്ടയുടെ ഒരു പീസും അങ്ങോട്ട് വെച്ച് കിഴങ്ങും അങ്ങോട്ട് വെച്ച് മുളച്ച് മുട്ടയുടെ പീസും അങ്ങോട്ട് എടുത്ത് വെച്ചില്ല. കൊള്ളാം മക്കളെ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ എല്ലാ മക്കളും ആഹാരം കഴിച്ചോ? അപ്പം അമ്മ മുട്ടക്കുറുമ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അമ്മ കഴിക്കുകയാണ്. എല്ലാവരും രാവിലെ ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. കഴിച്ചിട്ട് വാങ്ങിക്കാം മക്കളെ. അമ്മയ്ക്ക് ഇതാണ്ട് ഇത് ചോറ് അടപ്പിലായിട്ടുണ്ട്. പിന്നെ അമ്മ അതാണ്ട് കുറച്ച് ചേമ്പലയും ചേമ്പലയുടെ തണ്ടും, കണ്ട നല്ല തോരൻ വെക്കുന്ന ചേമ്പലയാട്ടോ. പിന്നെ വേറെന്തോ പേരാണ് പറയുന്നത്, അത് രണ്ടും കൂടെ കിട്ടിയിട്ട് നമ്മൾ അത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞ് ചൂരയുടെ ഒരു കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതമ്മ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കാനുള്ള അരപ്പ് ഇതാണ്ടേ അമ്മ ചതച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പിന്നെ ഉണ്ടമുളക്, എരിയുള്ള ഉണ്ടമുളക് ഇത്രയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൂരക്കറി അമ്മയിൽ നിന്ന് വെക്കുന്നത് തേങ്ങ അരച്ചാണ്. കണ്ടേ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കെന്നിട്ട് പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങ ഒരു പച്ചമാങ്ങ, രണ്ട് കൂട് കറിവേപ്പില, പിന്നെ 2 ഉണ്ടമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നമുക്ക് കറി വെക്കാം. അപ്പോൾ അമ്മ ചട്ടിയിലോട്ട് ഒരു നുള്ള് കടുക് വറുത്താണ് കറി വെക്കുന്നത്, തേങ്ങ അരച്ച കറി. ഒരു നുള്ള് ഒഴിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് തോരൻ വെക്കാം, ചേമ്പല തോരൻ വെക്കാം. നമുക്കതിലോട്ട് കടുകിടാം. കടുക് ചട്ടിയിലോട്ട് 2 കടുക്, തോരൻ വെക്കാൻ 2 കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടട്ടെ. അപ്പോൾ നമുക്ക് അതിലോട്ട് കടുക് പൊട്ടിയിട്ട് നമുക്ക് കടുക് പൊട്ടുന്നത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേമ്പല തോരൻ വാരിയിടും. ഉപ്പിട്ട് കരയിൽ വെച്ചേക്കാണ് ചേമ്പല. അപ്പം നമുക്കത് ചേമ്പല താളും. നല്ല ചേമ്പലയാണ്. ഇതിനെന്തോ ഒരിക്കൽ അമ്മ അത് വീട്ടിൽ നിന്ന് കഴിച്ച് അപ്പത്തെ വീട്ടിൽ നിന്ന് കഴിച്ച് തോരൻ വെക്കുകയാണ്. ചൊറിയൊക്കെ ഒന്നുമില്ല, നല്ല ടേസ്റ്റായി തോരൻ. ചേമ്പലയും താളും കൂടെ ഉപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ.
ഇത് അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചേമ്പല ചെറുതായിട്ട് അതെ ചേമ്പല ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ചെറിയ രീതിയിൽ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ചട്ടിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മീൻ കറിക്കുള്ള അരപ്പ് അരച്ച് അരപ്പി നമുക്കിതിലോട്ട് ചേർക്കാം. കുറച്ച് മീനേ ഉള്ളേ, അത് കുറച്ച് അരപ്പ് മതി. ഇത് വെള്ളം, ചുട്ട വെള്ളമായിട്ടാണ്. നമുക്ക് ആ വെള്ളം മിക്സിയിലോട്ട് വെച്ചിട്ട് അരപ്പൊന്ന് കുറയ്ക്കും. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം, കുറച്ച് വെള്ളം ഒഴിക്കണേ. ഇത്രയും വെള്ളം നമ്മൾ ഉപ്പിട്ട വെള്ളമാണ് ഒഴിച്ച് നമുക്കിനി കണ്ട ആ കറിയിലോട്ടുണ്ട് ഇത്രയും വെള്ളമേ ഒന്ന് ഒഴിക്കുന്നു. അതെ, ഇതിലോട്ട് നമുക്ക് മാങ്ങ, മുളക്, കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. എന്താ ഈ അരപ്പ് കണ്ട, നമുക്കിത് കലക്കുക. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചൂരക്കിട്ട ഇട്ട് കൊടുക്കാം. അപ്പോഴിതാ നമ്മളെ മീൻകറിയുടെ അരപ്പൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ തോരൻ നാട്ടെ കണ്ട, നമ്മളെ ചേമ്പലത്തോരൻ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആദ്യം ചേമ്പലത്തോരൻ ചേർത്തിട്ട് നമുക്കിതിലോട്ട് അരച്ച് വെച്ച് അരപ്പ് കണ്ട തോരൻ്റെ അരപ്പിട്ട് കൊടുക്കാം. അരച്ചിട്ടില്ല, ചതച്ചിട്ട് സൂപ്പർ അരപ്പാണ് കേട്ടോ. ഈ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ചേമ്പല മൊത്തം ഈ അരപ്പിൻ്റെ മുകളിലോട്ട് പൊത്തി വെച്ചിട്ട് ഇങ്ങനെ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. പൊത്തി വെച്ചിട്ട് ചെറുതായിട്ട് അവിടെ നിന്ന് അരപ്പൊക്കെ ഒന്ന് അതിനകത്ത് തിരിച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും. അപ്പോഴത്തേനും നമുക്ക് വേണ്ടേ മീൻ കറി വെച്ചിട്ടുണ്ട്. അല്ല, കറി തിളച്ചിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിൻ്റെയാണ് കറിക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് കുഞ്ഞൊരെണ്ണമായിരുന്നേ. അപ്പം നമുക്കത് കാണേ കണ്ട നെറ്റി പിഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച് കറിയിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കണ്ട ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറി കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറി നല്ല താത്ത് വെക്കാം. താത്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. കറി അടച്ച് വെക്കാം. അവിടെ നിന്ന് വേണ്ട. അപ്പോഴത്തേന് നമുക്ക് ആ ചേമ്പലത്തോരൻ നമുക്ക് ഇച്ചിരി തീർപ്പം അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചേമ്പല നല്ലോണം തോർത്തിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് നമുക്കിനി കൊച്ചുള്ളിയൊന്നും ഇട്ടിട്ടില്ല അമ്മ കേട്ടോ. കൊച്ചുള്ളിയൊന്നും ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റായി തോരൻ കേട്ടോ. ഇത് മത്തങ്ങയുടെ ഇല, നമ്മളെ കോവയ്ക്കയുടെ ഇല, അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, പിന്നെ തഴുതാമ ഇല, ഇതൊക്കെ തോരൻ വെക്കാൻ നല്ലത്. അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതില്ലാത്തതുകൊണ്ടാണ് ഇത് വെക്കാറില്ല. കാരണം തഴുതാമയിലൊക്കെ തോരൻ വെക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തോരൻ കണ്ട, നമ്മുടെ തോരനൊക്കെ നല്ല ഇളക്കി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കറി തിളച്ചിട്ട് കാണിക്കാം. കറി തോരനൊക്കെ നല്ല സെറ്റായിരുന്നു. നമുക്ക് തോരൻ്റെ തീയൊക്കെ ഓഫ് ചെയ്യാം. അതെ, നമ്മുടെ മീൻകറി നല്ല തിളച്ചിട്ടുണ്ട്. കണ്ട അത് നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കാതിട്ടെ. ഉപ്പെല്ലാം കറക്റ്റാണ്. നമുക്ക് ചെറിയ തീയിൽ വെക്കാം. ചെറിയ തീയിൽ അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. പദങ്ങളിൽ മനുഷ്യനായ കൊച്ചൊക്കെ നാണം വേണം. അപ്പോഴേ മക്കളെല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണ്. താണ്ടേ നമ്മുടെ ചൂട് ചോറ്, നമ്മുടെ ചേമ്പല തോരൻ,
ഇതാണ് നമ്മൾ അയലക്കറി വറ്റിച്ചത് കേട്ടോ. സൂപ്പർ അയലക്കറി, അതിലല്ല ചൂരക്കറി കണ്ട, നല്ല സൂപ്പർ ചൂരക്കറി. അപ്പം നമുക്ക് ചോറിനോ വേണ്ടേ, ചൂട് ചോറമ്മ ചൂടാക്കിയായിരുന്നു കേട്ടോ. കണ്ട ചൂട് ചോറ്. നമുക്കതിലോട്ട് നമ്മുടെ ചേമ്പരം തോരൻ കണ്ട, ചേമ്പരത്തോരൻ, ഒറ്റ ചേമ്പരത്തോരൻ സൂപ്പറാണ്. ചേമ്പരയും താളും ഒക്കെ വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റായി തോരൻ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചൂരക്കറി, ചൂര തേങ്ങ അരച്ച് വെച്ചത് കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു മാങ്ങ ഇട്ടാൽ വെച്ചാൽ, അപ്പോൾ ഒരു മാങ്ങാൻ്റെ എടുക്കാം നമുക്ക്, എനിക്ക് വലിയ ഇഷ്ടം മാങ്ങാൻ്റെ. എന്നിട്ട് നമുക്ക് ചൂര ഒഴിച്ച് ഒരു കഷ്ണം കൊടുക്കാം കണ്ടോ. ചൂരക്കറി ചോറ്, ചേമ്പലത്തോരൻ, തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ചാൽ നമ്മുടെ ചൂരക്കറി. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. ചോറും നല്ല ചൂടുണ്ട്, നമ്മൾ ചോറ് ചൂടാക്കിയായിരുന്നു. ചേമ്പലത്തോരനും ചോറും ഇപ്പം മീൻ കഷ്ണം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കഴിക്കാം. നിങ്ങളൊക്കെ ചോറൊക്കെ കഴിച്ചോ? കൊള്ളാം, അടിപൊളി കൂട്ടാൻ, നല്ല രുചിയുണ്ട്. അപ്പം എല്ലാ മക്കളും ചോറ് കഴിച്ച് ഇപ്പം അമ്മ ചോറ് കഴിക്കട്ടെ. അപ്പോഴേ മക്കളെല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? പാപ്പ ചായ കുടിക്കാൻ പോവാണ്. വേണ്ട അമ്മ ചായ ഇട്ട്, നല്ല സൂപ്പർ ചായ, ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള ചായ. പിന്നെ അമ്മ താണ്ട് 2 ചൂട് സുതിയും മേടിച്ചിട്ടുണ്ട്. സുതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കിവിടെ മോദകമെന്ന് പറയുന്നത്. അപ്പം അമ്മ അത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ. കൈ കൊള്ളുന്നു. ചൂട് സുതി, അടിപൊളി സുതി. ഇത് ചായ, എല്ലാ മക്കളും ചായ കുടിച്ചോ? ചായ കുടിച്ചില്ലേ വന്നാൽ നല്ല ചൂട് മോദകവും ചായയും തരാം. നമ്മൾ കഴിക്കട്ടെ. പഴയ മക്കൾ എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഇന്ന് രാത്രി ചോറ് കഴിക്കുന്നില്ല. അമ്മയ്ക്ക് 2 പത്തിരി കഴിക്കാൻ കൊതിയായി. അപ്പം 3 പത്തിരി അമ്മ ഗ്രേവി ഒഴിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഇറച്ചിക്കറി ബീഫൊന്നുമില്ല, ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അമ്മ ഇതാണ്ട് നല്ല ടേസ്റ്റായി എടുത്തത് കഴിക്കാം കേട്ടോ. അതുണ്ടാ നല്ല ടേസ്റ്റായത്. നമുക്ക് പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് നമുക്കത് ഗ്രേവിയിൽ കുതിർത്ത് വെച്ചോണ്ട് നല്ല ടേസ്റ്റായി സംഭവം. നിങ്ങളാരെങ്കിലും ഗ്രേവി ഒഴിച്ച് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടോ? എല്ലാവരും കഴിക്കുമെന്ന് അറിയാം, പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം, ഇറച്ചിയെക്കാട്ടില്ല. കണ്ടാ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പോൾ എല്ലാവരും രാത്രി ആഹാരം കഴിച്ചിട്ട് കിടക്കണം. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലൊരു രാത്രി നേരുന്നു. എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ താണ്ടെ ഗ്രേവി വെച്ച് പൊറോട്ട കഴിക്കട്ടെ. നാളെ അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.